ഈ പ്രപഞ്ചത്തെ മുഴുവനും ആത്മമയമായി കണ്ട് ഒരു വിധത്തിലും ഇടച്ചലോ ബാധയോ വിഷമമോ ഇടുക്കമോ ഇല്ലാതെ ഉല്ലാസവാനായി സഞ്ചരിക്കണം ഉദ്ധവ എന്നുള്ളൊരു ഉപദേശമാണ്. ഈ ഉദ്ധവൻ ആരായിരുന്നു? പരമഭക്തൻ. ആ ഉദ്ധവൻ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് കൃഷ്ണൻ നൽകിയ നിർദ്ദേശമാണ്. അപ്പോൾ കൃഷ്ണന് പറയാനുള്ള ഭാഗം പറഞ്ഞ് അവസാനിപ്പിച്ചു ഇവിടെ. ഇനി നമുക്കിപ്പോൾ വേണ്ടത് എന്താ? ഇത് കേട്ട് ഉദ്ധവൻ എന്താണ് മറുപടി പറയാൻ പോണത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം ആദ്യത്തെ ഉപദേശമാണ് 6 ശ്ലോകം. ഭഗവത്ഗീതയിലും നിങ്ങൾക്ക് ഇതുപോലെ കാണാം. ആദ്യമായിട്ട് കൃഷ്ണൻ 2 ശ്ലോകം പറഞ്ഞു. ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ എന്ന് പറഞ്ഞ് അതങ്ങോട്ട് കേട്ട് അർജുനൻ അതിന് മറുപടിയായി കുറേ കാര്യങ്ങൾ പറഞ്ഞു. കഥം ഭീഷ്മമഹം സംഖ്യേ എന്ന് പറഞ്ഞ് അവസാനം പറഞ്ഞു നിർത്തി അങ്ങനെ ഉപദേശിക്കുമെന്ന്. അതേമാതിരി 6 ശ്ലോകമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞത് കേട്ടിട്ട് ഇനി ഉദ്ധവൻ എന്താ മറുപടി പറയാനുള്ളത്? ശ്രീകൃഷ്ണൻ ഉപദേശിച്ചത് മുഴുവൻ അങ്ങോട്ട് ഉൾക്കൊണ്ടോ? അതുപോലെ ചെയ്യാൻ ഉദ്ധവന് സാധിച്ചോ? തയ്യാറായോ? എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനുള്ള മറുപടിയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട്. ഈ 6 ശ്ലോകം കൊണ്ട് നിൽക്കുന്നില്ല. ഉദ്ധവൻ അത് പറഞ്ഞ പ്രകാരം ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പം അത് കേട്ടിട്ട് അതിൻ്റെ ഇനീഷ്യലായിട്ടുള്ള പ്രതികരണം, അത് കേട്ട ഉടനെയുള്ള പ്രതികരണം വെളിപ്പെടുത്തുകയാണ് ഉദ്ധവൻ. അത് ചെയ്യാൻ പോവുകയാണ്. ശ്രീ ശുക ഉവാച. ശുഗൻ പറഞ്ഞു കൊടുക്കുകയാണല്ലോ പരീക്ഷത്തിന്. അതല്ലേ ശ്രീമദ് ഭാഗവതം നമ്മുടെ മുൻപിലുള്ളത്. ഇത്യാദിഷ്ടോ ഭഗവത മഹാഭാഗവതോ നൃപ ഉദ്ധവ പ്രണിപത്യാഹ തത്വജിജ്ഞാസുരച്യുതം. ഇത്യാദിഷ്ടോ ഭഗവത, എന്താ അതിനർത്ഥം? ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് ഉദ്ധവൻ്റെ ആദ്യമുള്ള ആവശ്യം കേട്ട് അങ്ങയുടെ പാദങ്ങളിൽ നിന്ന് 1/2 സെക്കൻഡ് പോലും എനിക്ക് ഒഴിഞ്ഞിരിക്കാൻ സാധിക്കില്ല. നാഹം തവാഘ്രികമലം ക്ഷണാർദ്ധമപി കേശവ ത്യക്തും സമുത്സഹേനാഥ സ്വധാമനയമാമവി. ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥന സാധാരണ ഒരു ഭക്തൻ്റെ മനസ്സിൽ നിന്നും വരില്ല. അങ്ങയുടെ പാദകമലങ്ങളിൽ നിന്ന് 1/2 സെക്കൻഡ് പോലും അകന്നിരിക്കുക ഈ ഉള്ളവന് സാധ്യമല്ല. അതുകൊണ്ട് ഈശ്വര, അങ്ങ് പോകുന്നിടത്തേക്ക് എന്നെയും കൊണ്ടുപോകൂ എന്നാണ് പറഞ്ഞത്. വാസ്തവത്തിൽ ഭക്തന്മാരായിരിക്കുന്ന എല്ലാവരും ഇങ്ങനെ ഒരു നിവേദനമാണ് അവരുടെ ഉപാസനാ ദൈവത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കേണ്ടത്. നിങ്ങൾ അതൊക്കെ ചെയ്യാൻ തയ്യാറുണ്ടോ? എപ്പോഴാണിത് സാധിക്കുക? ഈ ലോകം എന്ന് പറയുന്നത് ഒരു അതിഥി ഗൃഹം പോലെയുള്ളതാണ്. നമ്മൾ അതിഥി ഗൃഹത്തിൽ എത്ര കാലം താമസിക്കും? ജീവിതം മുഴുവനും താമസിക്കില്ല. ഒരു കാര്യത്തിന് വന്നു അത് നടക്കുന്നത് വരെ. അതുപോലെ ഒരു മനുഷ്യ ശരീരം കിട്ടി കുറേ കൊല്ലം അല്ലെങ്കിൽ ദശകങ്ങൾ നാം ഇവിടെ താമസിച്ച് നമ്മുടെ കൂടെ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അതൊക്കെ ഇവിടെ ഇട്ടേച്ച് പോവുകയാണ്. അങ്ങനെയുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈശ്വരനോട് പറയേണ്ടത് എന്താ? അങ്ങ് ഇരിക്കുന്ന ഇടത്തേക്ക് എന്നെയും കൊണ്ടുപോകൂ എന്ന് പറയുന്നതാണ് ഭക്തൻ്റെ അവസാനത്തെ അഭിലാഷം. എന്നാൽ അത് ഉദ്ധവൻ പറഞ്ഞതുപോലെ കൃഷ്ണൻ പോണു, നമ്മുടെ മുൻപിൽ ഒരു ഈശ്വരനും പോകുന്നില്ല. ഈശ്വരൻ പോക്കും വരവുമില്ല. അപ്പോൾ പോകുന്നിടത്തേക്ക് എന്നെയും കൊണ്ടുപോകുന്ന ഉദ്ധവൻ കൃഷ്ണനെ നോക്കി അപ്പോൾ പറഞ്ഞതുപോലെയല്ല നമ്മൾ പറയേണ്ടത്. അങ്ങ് എന്നെ അങ്ങയിലേക്ക് അങ്ങോട്ട് വലിച്ചെടുക്കൂ, അല്ലെങ്കിൽ എൻ്റെ അടുക്കിലേക്ക് എന്നേക്കുമായി വരൂ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് നമുക്ക് പുറപ്പെടുവിക്കാനുള്ളത്. അത് മനസ്സിൽ നിന്ന് പുറപ്പെടുന്നത് വരെ നമ്മുടെ ഭക്തി ആഴമുള്ളതും വിസ്താരമുള്ളതും കരുത്തുള്ളതുമായി സഫലമായി എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും കേട്ടോളൂ. ഇത്യാദിഷ്ടോ ഭഗവത മഹാഭാഗവതോ നൃപ ഉദ്ധവ പ്രണിപത്യാഹ തത്വജിജ്ഞാസു അച്യുതം. ഉദ്ധവനെ എങ്ങനെയാ ശുകമഹർഷി ചിത്രീകരിക്കുന്നത്? ഇത്യാദിഷ്ട ഭഗവത, ഭഗവാനാൽ ഇപ്രകാരം ആദേശിക്കപ്പെട്ടവനായി. ഈ മാതിരിയുള്ള ഒരു ആജ്ഞ, നിർദ്ദേശം, സജഷനാണ് കൊടുത്തത്. എന്ത്? എന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എല്ലാ ദിക്കിലും എന്നെ കണ്ടുകൊണ്ട് വിചരസ്വഗാം, ഭൂമിയെ മുഴുവനും സഞ്ചരിക്കൂ എന്നുള്ളതാണ് നിർദ്ദേശം. അത് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കാനായിട്ട് ഒന്നുമില്ല. നമ്മുടെ മനസ്സിലുള്ളത് മാത്രമേ ഇവിടെ പുറത്തുള്ളൂ. ഉള്ള അനുഭവം മുഴുവനും മനോമയമാണ്. അപ്പോൾ അവനവൻ്റെ ഉള്ളിലുള്ള മനസ്സ് വിട്ട ഒരനുഭവം ഇവിടെ പുറത്ത് ഒരു വസ്തുവിനും നമുക്ക് നൽകാനില്ല. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ എല്ലാറ്റിനെയും വിട്ടുപോക്കൂടെ? ഇവിടെ എന്താ ഉള്ളത്? നമ്മുടെ മനസ്സിനെ അതിരിക്തമായിട്ട് ഒന്നുമില്ല. ആ ഫിലോസഫി, ആ തത്വം നല്ലപോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ ഉപദേശിച്ച് കേട്ടപ്പോൾ മഹാഭാഗവത ഉദ്ധവ, മഹാഭാഗവത ഉദ്ധവ, പരമഭാഗവതനായിരിക്കുന്ന ഉദ്ധവൻ കൃഷ്ണനെ നമസ്കരിച്ചുകൊണ്ട്
തത്വജിജ്ഞാസുഹു ഭൂത്വ അച്യുതം. ഈ പറഞ്ഞത് കേട്ടപ്പോൾ ഉദ്ധവൻ്റെ മനസ്സിൽ ചില താത്വികമായിരിക്കുന്ന ചില ഉദ്ദീപനങ്ങളൊക്കെ ഉണ്ടായി. ഓഹോ, ഇങ്ങനെയൊക്കെയാണോ സ്ഥിതിഗതികൾ? നമ്മുടെ മനസ്സാണോ ഈ കാണുന്ന ലോകം മുഴുവനും? മനസ്സ് വിട്ട് ഒന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് നാം മനസ്സുകൊണ്ട് സങ്കല്പിച്ചാൽ ഇതിനെ വിടാനും പോകാനും ഒക്കെ സാധിക്കും. എന്നാൽ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാനുള്ളൊരവസരമാണ്. ഇതൊക്കെ ആലോചിച്ച് തത്വങ്ങൾ അറിയണം എന്ന് വിചാരിച്ചിട്ട് അച്യുതനോട് പറഞ്ഞു അത്രേ. ഇത്യാദിഷ്ടോ ഭഗവത മഹാഭാഗവതോ നൃപ ഉദ്ധവ പ്രണിപത്യാഹ തത്വജിജ്ഞാസുരച്യുതം. ശുകൻ പരീക്ഷിത്ത് മഹാരാജാവിനോട് പറയുകയാണ്. അതാണ് നൃപ എന്ന സംബുദ്ധി. ഉദ്ധവ ഉവാച, ഉദ്ധവൻ കേട്ടിട്ട് പറഞ്ഞത് എന്താ? യോഗേശ യോഗവിന്യാസ യോഗാത്മൻ യോഗസംഭവ നിശ്രേയസായ മേ പ്രോക്തഃ ത്യാഗ സന്യാസലക്ഷണ. നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രീമദ് ഭാഗവതമാണ് നാം ഇവിടെ പ്രതിപാദിക്കുന്നത്. അതിലും എന്തിനു വേണ്ടി 12 സ്കന്ധങ്ങൾ നിലനിൽക്കുന്നുവോ ആ ഏകാദശ സ്കന്ധം മുക്തിസ്കന്ധമാണ് നാം പ്രത്യേകിച്ചും തിരഞ്ഞെടുത്ത് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആ മുക്തിസ്കന്ധത്തിൽ കൃഷ്ണനും ഉദ്ധവനുമായിട്ടുള്ള സംവാദമാണ് ഏറ്റവും പ്രധാനം. അതിന് മുന്നോടിയായിട്ടാണ് നവയോഗികളും നിമി ചക്രവർത്തിയുമായി സംസാരിച്ചത്. ഇവിടെ ഭഗവാനും ഭക്തനും തമ്മിലാ സംസാരം. അവിടെ ചക്രവർത്തി ഒരു ഭാഗത്ത്, ആ ചക്രവർത്തിയുടെ മുൻപിൽ എതിർച്ചയാ വന്നെത്തിയ നവയോഗികളായിരുന്നു. ഇവിടെ ഉദ്ധവൻ ശ്രീകൃഷ്ണൻ്റെ കൂടെ കുറേ കാലമായി ഇരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വിശ്വസ്ത മന്ത്രിയും ദാസനും ഭക്തനുമൊക്കെ ആയിട്ട്. അങ്ങനെ ഭഗവാനും ഭക്തനും തമ്മിലുള്ളത് ഒരു ദൃശ്യമാണ് ഇവിടെ. ഉദ്ധവൻ പറയുകയാണ്, യോഗേശ യോഗവിന്യാസ യോഗാത്മൻ യോഗസംഭവ നിശ്രേയസായ മേ പ്രോക്തഃ ത്യാഗ സന്യാസലക്ഷണ. ഹേ യോഗേശ, യോഗത്തിൻ്റെ ഈശനായുള്ളവനെ, യോഗാഭ്യാസത്തിൻ്റെ, യോഗവിന്യാസ, യോഗ ആത്മൻ, യോഗസംഭവ ഒക്കെ യോഗശബ്ദമാണ്. യോഗത്തിന് ഉത്പത്തിയായിട്ടുള്ളവൻ, യോഗത്തെ വിന്യസിക്കുന്നവൻ, യോഗം തന്നെ ആത്മാവ് അല്ലെങ്കിൽ യോഗത്തിൻ്റെ ആത്മാവായിട്ടുള്ളവൻ, യോഗ ചക്രവർത്തിയായിട്ടുള്ളവൻ, ഇങ്ങനെയൊക്കെ കൃഷ്ണനെ സംബോധന ചെയ്ത്. സാധാരണ ഒരാളുടെ അടുത്തുനിന്ന് ഇങ്ങനെ ഒരു ഉപദേശം വരുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്കൊക്കെ ജന്മം നൽകിയ അച്ഛനമ്മമാർ മക്കളെ നോക്കി ഇങ്ങനെ ഒരു ഉപദേശം നൽകാൻ പറ്റുമോ? നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്നേഹിതന്മാർ നിങ്ങളെ നോക്കി ഇങ്ങനെ ഒരു ഉപദേശം നൽകാൻ അവർക്ക് സാധിക്കുമോ? അപ്പോൾ ഇങ്ങനെ ഒരു ഉപദേശം പെട്ടെന്ന് പൊടുന്നനെ ഉദ്ധവനെ നോക്കി അങ്ങോട്ട് കൊടുത്തു എന്നുണ്ടെങ്കിൽ ഉദ്ധവന് പോലും അത് അതിശയമായിപ്പോയി. ഞാൻ ഇത്ര നാളും കൂടെ നടന്ന് വളരെ ഭക്തിശ്രദ്ധയോടുകൂടി ഒരു നിലയ്ക്ക് ആരാധിച്ചു പോരുന്ന ഈ കൃഷ്ണപരമാത്മാവ് ഇത്രയ്ക്ക് ഗഹനമായിരിക്കുന്ന ഒരു ഉപദേശം എനിക്ക് തരുന്നു ഞാൻ വിചാരിച്ചില്ല എന്നായിരിക്കണം ഉദ്ധവൻ്റെ മനസ്സിൽ. അദ്ദേഹത്തിനോട് പറയുകയാണ്. എന്താ പറഞ്ഞത്? നിശ്രേയസായ മേ പ്രോക്തഃ ത്യാഗ സന്യാസലക്ഷണ. അങ്ങ് എനിക്ക് വേണ്ടി ഉപദേശിച്ചു. എന്താ ഉപദേശിച്ചത്? ത്യാഗം. എങ്ങനത്തെ ത്യാഗം? സന്യാസലക്ഷണ. നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ ഈ പദങ്ങൾ? ഭഗവത്ഗീതയിൽ ത്യാഗം എന്താ, സന്യാസം എന്താ എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻ അതിന് സന്യാസം ഉൾപ്പെടുത്താതെ തന്നെ ത്യാഗലക്ഷണങ്ങൾ പലതുമുണ്ട്. സാത്വികമുണ്ട്, രാജസമുണ്ട്, താമസമുണ്ട്, പുറത്തുള്ളതുണ്ട്, അകത്തുള്ളതുണ്ട്, ഇന്ദ്രിയങ്ങളുടെ നിലവാരത്തിൽ, മനോനിലവാരത്തിൽ, ബുദ്ധി നിലവാരത്തിൽ എന്നൊക്കെ പറഞ്ഞ് ത്യാഗത്തിനൊരു നിർവചനം നൽകി. ഇവിടെ ഇപ്പോൾ ഉദ്ധവൻ ഇത് കേട്ടിട്ട് പറയുകയാണ് നിശ്രേയസായ. നിശ്രേയസം എന്ന് പറയുന്നത് എന്താ? അഭ്യുദയം, നിശ്രേയസം എന്ന് രണ്ടാണ്. അഭ്യുദയം എന്ന് പറഞ്ഞാൽ ലൗകികമായിരിക്കുന്ന ക്ഷേമം, അതിൻ്റെ ഭദ്രത. നിശ്രേയസം എന്ന് പറഞ്ഞാലോ മനസ്സിനും ബുദ്ധിക്കുമുള്ള ക്ഷേമം എന്ന് പറഞ്ഞാൽ മോക്ഷം, ആത്മജ്ഞാനം. ഇങ്ങനെ ശ്രേയസ് പ്രേയസ് എന്ന് പറയുന്ന രണ്ടെണ്ണം എല്ലാവരെയും ചുറ്റി നിൽക്കുക. അതിൽ ഒരു മാതിരി ആൾക്കാരൊക്കെ നചികേതസ് പറഞ്ഞ മാതിരി പ്രേയസിന് വേണ്ടി വോട്ട് ചെയ്യുന്നവരാണ്. നിശ്രേയസം വേണം എന്ന് ആരും പറയാറില്ല. എന്നാൽ അഭ്യുദയം അത് താത്കാലികമായിരിക്കുന്ന ഒരു ഗുണവും മെച്ചവും മേന്മയും സന്തോഷമേ ഉള്ളൂ. ഇന്ന് സുഖമായാൽ നാളെ ദുഃഖമായി എന്ന് വരാം. ജീവിതം അങ്ങനെയാണല്ലോ. കസ്യാത്യന്തം സുഖമുപനതം ദുഃഖമേകാന്തതോ വാ നീചൈർഗച്ഛത്യുപരിചദശ ചക്രനേമിക്രമേണ. ആർക്കും ഇവിടെ അത്യന്തമായിട്ടുള്ള സുഖം ഉണ്ടായിട്ടില്ല, ദുഃഖവും ഉണ്ടായിട്ടില്ല. സുഖവും ദുഃഖവും ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു ചക്രമാണ് ഈ ജീവിതം, അതാണ് തിരിയുന്നത് എന്ന്. അപ്പോൾ ആർക്കും സുഖം സ്ഥിരമുണ്ടാവില്ല ഈ ലോകത്തിൽ. എന്നാൽ ഈ സ്ഥിരസുഖം ഉണ്ടാവാനുള്ളൊരു വഴിയുണ്ടോ? ഉണ്ട്. അതെന്താ? അലൗകികമായിരിക്കുന്നൊരു വീക്ഷണവും അലൗകികമായിരിക്കുന്ന ഒരു സംസർഗവും വളർത്തിയാൽ നിത്യസുഖമായി.
അതാണ് ശ്രേയസ് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്, ആത്മമണ്ഡലത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ശ്രേയസ്സും പേയസ്സും വിപരീതമാണെന്ന് പറഞ്ഞുവല്ലോ. അഭ്യുദയം, നിശ്രേയസ്. അതിൽ അഭ്യുദയത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് പലരും, നിശ്രേയസം വിട്ടുകളയാറുള്ളത്. അപ്പം ആദ്യമായിട്ട് ഇവിടെ ഉദ്ധവൻ പറയുന്നു, അങ്ങ് എനിക്ക് വേണ്ടി നിശ്രേയസത്തിന് വേണ്ടി സന്യാസ ലക്ഷണത്തോടു കൂടിയ ത്യാഗം ഉപദേശിച്ചു. കൃഷ്ണൻ അങ്ങനെ ഉപദേശിച്ചല്ലോ. ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യ ആവേശ്യ മനസ്സമ്യക് സമദൃഗ്വിചരസ്വഗാം എന്നാണല്ലോ ആദ്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞ 6 ശ്ലോകത്തിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനെന്താ കാരണം? പെട്ടെന്ന് നിങ്ങൾ സ്വജനങ്ങളോടും ബന്ധുക്കളോടുമുള്ള സ്നേഹം മുഴുവനും വിട്ട് അങ്ങോട്ട് പോവൂ, ലോകത്തിൽ സഞ്ചരിക്കൂ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകന്മാർക്ക് ആർക്കും അത് സാധിച്ചു എന്ന് വരില്ല, നിങ്ങൾ ഇഷ്ടപ്പെടില്ല. അതല്ല ഉദ്ദേശം. എല്ലാവരും അങ്ങനെ വീടും കുടിയും സ്വജനങ്ങളെയും വിട്ട് കാട്ടിലേക്ക് പോകണം എന്നൊന്നുമല്ല ഭൂമാനന്ദ സ്വാമിജിയുടെ മനസ്സിലും പറയാനുള്ളത്. പക്ഷേ ബാക്കി പറഞ്ഞത് മുഴുവൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഉദ്ധവൻ ഇത് കേട്ടിട്ട് എന്താ, ത്വന്തു സർവം പരിത്യജ്യ സ്നേഹം സ്വജന ബന്ധുഷു എന്ന് കേട്ടുല്ലോ. അപ്പോൾ പറഞ്ഞത് സന്യാസ ലക്ഷണത്തോടു കൂടിയ ത്യാഗമാണ്. എന്താ, സ്വജനങ്ങളെയും ബന്ധുക്കളെയും ബാന്ധവന്മാരെയും ഒക്കെ വിടുക എന്ന് പറയുന്നത് സന്യാസനിഷ്ഠയുടെ ഒരു ഭാഗമാണ്. അതുപോലെ വരുമാനങ്ങളുള്ളതും കംപ്ലീറ്റ് ആയിട്ട് വിടണം. പിന്നെയോ വൈദികമോ താന്ത്രികമോ ധാർമ്മികമോ ആയി പല കർമ്മങ്ങളും നാം ചെയ്തു വരുന്നു, അഗ്നികർമ്മങ്ങളും ഒക്കെ, പിതൃകർമ്മങ്ങൾ, അതും വിടണം. അങ്ങനെ എല്ലാം വിട്ടിട്ടാണ് സന്യാസം. അപ്പോൾ ത്വന്തു സർവം പരിത്യജ്യ സ്നേഹം സ്വജന ബന്ധുഷു എന്ന വാക്ക് കേട്ടപ്പോൾ ഉദ്ധവന് തോന്നി ഇത് സന്യാസ ലക്ഷണമായിട്ടുള്ളത് തന്നെയാണ്. കൃഷ്ണൻ പോവുകയാണ്. കൃഷ്ണൻ പോയാൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല എന്നുള്ള നില വരുമ്പോൾ കൃഷ്ണൻ പോകുന്നതിന് മുമ്പ് പോകുക തന്നെയാണല്ലോ ശരി, അല്ലാണ്ട് വേറെ എന്താ വഴി? ഈ ദ്വാരകയെ തന്നെ 7-ാം ദിവസം സമുദ്രം എടുത്തു കളയുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉദ്ധവന് താമസിക്കാൻ പോലും സ്ഥലമില്ലാതൊരു സ്ഥിതിവിശേഷ. അതുപോലെയല്ല നിങ്ങളൊക്കെ, നിങ്ങൾ വീടും കുടിയായി നല്ല ടെറസും മൾട്ടി സ്റ്റോറീസും ഒക്കെ ആയി കെട്ടിയുണ്ടാക്കിയിട്ടുള്ള വീടാണ്. ഇവിടെ ഒന്നും സമുദ്രം വന്ന് എടുക്കാൻ പോണില്ല. അപ്പം നിങ്ങളും നിങ്ങളുടെ കുട്ടികളും കുട്ടികളുടെ കുട്ടികളുമായിട്ട് കുറേ കാലം ജീവിക്കണം. ആ ജീവിതദശ അങ്ങനെയുള്ളപ്പോൾ എല്ലാം വിട്ടിട്ട് പോവൂ എന്ന് പറയുന്ന ഒരു പറച്ചലിന് പ്രസക്തി ഉണ്ടാവില്ല. അതാ ഞാൻ ആ ശ്ലോകം മാറ്റി നിർത്തി ഇവിടെ ഷഡ് ശ്ലോകി ശ്ലോക ഷഡ്കം എന്ന് പറഞ്ഞത്. എന്തായാലും ഇവിടെ ഉദ്ധവൻ പറയുന്നത് അങ്ങനെയല്ല. നിശ്രേയസായ മേ പ്രോക്ത ത്യാഗ സന്യാസലക്ഷണ. അങ്ങ് ആവശ്യപ്പെടുന്നത് സ്വജനങ്ങളോടുള്ള എല്ലാ സ്നേഹത്തെയും അങ്ങോട്ട് എടുത്തു കൂട്ടി കെട്ടിവെക്കുക, എന്നിട്ട് അങ്ങോട്ട് പോവാന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെയുള്ള ത്യാഗം, ത്യാഗോയം ദുഷ്കരോ ഭൂമൻ കാമാനാം വിഷയാത്മഭി സുതരാം ത്വയി സർവാത്മൻ അഭക്തൈരിതി മേ മതിഹി. അങ്ങ് ഉപദേശിച്ച നിർദ്ദേശിച്ച ഈ ത്യാഗമുണ്ടല്ലോ, ത്യാഗോയം ദുഷ്കരോ ഭൂമൻ. ഹേ ഭൂമൻ, ഭൂമശബ്ദം പരബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നതാണ്. അല്പത്തിൽ സുഖമില്ല, ഭൂമത്തിലേ സുഖമുള്ളൂ എന്നിങ്ങനെ ഛാന്തോഗ്യോപനിഷത്ത് പറയുന്നുണ്ട്. ത്യാഗോയം ദുഷ്കരോ ഭൂമൻ. ഹേ ഭൂമൻ, അങ്ങ് പറഞ്ഞു തന്ന ത്യാഗമുണ്ടല്ലോ, ഈ സ്വജനങ്ങളെയും എല്ലാവരെയും അങ്ങോട്ട് വിട്ടുപോവുക എന്ന് പറയണത് ദുഷ്കരഹ. അത് എളുപ്പത്തിലൊന്നും നടത്താൻ സാധിക്കില്ല, വളരെ ക്ലിഷ്ടമാണ്, ക്ലേശസഹിതമാണ്. കാമാനാം വിഷയാത്മഭിഹി, പ്രത്യേകിച്ചും ആശകളും ഈ ലോകവസ്തുക്കളിൽ മനസ്സ് ഒട്ടിപ്പിടിച്ചും ഇരിക്കുന്നവർക്ക് സാധ്യമല്ല. സുതരാം ത്വയി സർവാത്മൻ അഭക്തൈരിതി മേ മതിഹി. പ്രത്യേകിച്ചും ഈശ്വരനോടോ അങ്ങയോടോ ഭക്തിയില്ലാത്തവരുണ്ടല്ലോ, അവർക്കൊരിക്കലും ഇങ്ങനെയുള്ള ത്യാഗം സാധിക്കില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അങ്ങ് നിർദ്ദേശിച്ചതായ ഈ ത്യാഗം സാധാരണക്കാർക്ക് സാധ്യമല്ല, പ്രത്യേകിച്ചും ഈശ്വരഭക്തി ഇല്ലാത്തവർക്ക്. അഭക്തൈരിതി മേ മതിഹി, ഇതാണ് എൻ്റെ അഭിപ്രായം, എനിക്ക് തോന്നുന്നത്. എന്താ കാരണം? എന്നെ സംബന്ധിച്ചിടത്തോളം സോഹം മമാഹമിതി മൂഢമതിർവിഗാഢ ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ തത്വഞ്ജസാ നിഗദിതം ഭവതാ യഥാഹം സംസാധയാമി ഭഗവൻ അനുഷാധിഭൃത്യം. ഈ ഒരു ശ്ലോകം ഭാഗവതത്തിൽ ഉദ്ധവൻ പറയുന്നുണ്ടല്ലോ, അതിൻ്റെ പ്രസക്തി എത്ര പറഞ്ഞാലും മതിയാവില്ല, അത്ര പ്രസക്തിയുള്ളതാണ് ഈ ശ്ലോകം. നിങ്ങളെല്ലാവരും ഭാഗവതന്മാരാണെങ്കിൽ എന്തു വേണം? ഈ ശ്ലോകം ചുരുങ്ങിയത് ഒരു 4-5 തവണയെങ്കിലും പ്രതിദിനം ചൊല്ലണം. ഇത് പഠിച്ചു വച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം. അത് കേട്ട് നിങ്ങൾ കേട്ട് അങ്ങനെ ചൊല്ലുക, കേട്ട് ചൊല്ലുക.
സോഹം മമാഹമിതി സോഹം മമാഹമിതി മൂഢമതിർവിഗാഢഃ മൂഢമതിർവിഗാഢഃ ത്വന്മായയാ വിരചിതാത്മനി ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ സാനുബന്ധേ തത്വഞ്ജസാ നിഗദിതം ത്വത്വഞ്ജസാ നിഗദിതം ഭവതാ യഥാഹം ഭവതാ യഥാഹം സംസാധയാമി ഭഗവൻ സംസാധയാമി ഭഗവൻ അനുഷാധിഭൃത്യം അനുഷാധിഭൃത്യം സോഹം മമാഹമിതി മൂഢമതിർവിഗാഢഃ സോഹം മമാഢമിതി മൂഢമതിർവിഗാഢഃ ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ തത്വഞ്ജസാ നിഗദിതം ത്വത്വഞ്ജസാ നിഗദിതം ഭവതാ യഥാഹം ഭവതാ യഥാഹം സംസാധയാമി ഭഗവൻ സംസാധയാമി ഭഗവൻ അനുഷാധിഭൃത്യം. അനുഷാധിഭൃത്യം. 11-ാം സ്കന്ധത്തിൽ 7-ാം അധ്യായത്തിൽ 16-ാമത്തെ ശ്ലോകമാണിത്. എന്താണ് എനിക്കുള്ള വിഷമം? ഞാൻ അങ്ങയെ വളരെയധികം ആരാധിക്കുന്നു. അങ്ങയുടെ കൂടെ ഇത്രയും കാലം കനത്ത സംഘത്തോടു കൂടി കഴിഞ്ഞു. അങ്ങയുടെ ഉച്ഛിഷ്ടം കഴിച്ചാണ് ഇത്രയും കാലം വന്നിരിക്കുന്നത്. ഉടുത്തഴിച്ചിട്ട വസ്ത്രങ്ങളും ഞാൻ ഉടുക്കും. അത്രത്തോളം സ്നേഹവും ആദരവും അടുപ്പും ഭക്തിയുമാണ് എനിക്ക്. അങ്ങനെയൊക്കെ ആയാലും അങ്ങയുടെ ഈ നിർദ്ദേശത്തിൻ്റെ മുൻപിൽ ഞാനൊരു ആത്മപരിശോധന നടത്തി, ഒരു ഉൾനിരീക്ഷണം, മനോനിരീക്ഷണം നടത്തി. അപ്പോൾ എനിക്ക് കാണുന്നത് എന്താ? എൻ്റെ മനസ്സിൽ നിന്ന് രൂഢമൂലമായിരിക്കുന്ന ഈ ഒട്ടലുണ്ടല്ലോ, അതങ്ങോട്ട് എടുത്തു കളയാൻ വലിയ വിഷമമാണ്. എളുപ്പമൊന്നും സാധിക്കില്ല. ഈ ദശാബ്ദങ്ങൾ മുഴുവൻ അങ്ങയുടെ കൂടെ ഇരുന്ന് അങ്ങയെപ്പോലെ ആയിട്ടില്ല ഞാൻ. അങ്ങയ്ക്ക് വിടാനും പോവാനും ഒരു വിഷമവുമില്ല. അവനവൻ്റെ കുലവും ഗോത്രവും ഒക്കെ നശിപ്പിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഇത്ര മനോഹരമായി ഭദ്രമായി കെട്ടിയുണ്ടാക്കിയ ദ്വാരക പോലും അങ്ങ് പറയുന്നത് 7-ാം ദിവസം സമുദ്രത്തിൻ്റെ ഉള്ളിൽ മുങ്ങിപ്പോകുന്ന, മുഖത്ത് നോക്കുമ്പോഴോ ഒരു കുഴപ്പമില്ല. കൃഷ്ണ പരമാത്മാവേ, അങ്ങയ്ക്കൊരു വിഷമവുമില്ല. പക്ഷേ എൻ്റെ സ്ഥിതി അങ്ങനെയല്ല. എൻ്റെ സ്ഥിതി എന്താ? സോഹം മമാഹമിതി മൂഢമതിർ വിഗാഢഃ. ഈ ശബ്ദമൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. സോഹം മമാഹം ഇതി മൂഢമതി വിഗാഢഃ. വിഗാഢഃ എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ ആണ്ട് കിടക്കുകയാണ്. എന്തിലാ ആണ്ട് കിടക്കണത്? മൂഢമതി, മൂഢമായി മോഹിതമായിരിക്കുന്ന ഒരു ബുദ്ധി. അപ്പോൾ എൻ്റെ ബുദ്ധി പ്രബുദ്ധമല്ല, ഉദ്ബുദ്ധമല്ല, അതിന് വേണ്ടത്ര വിജ്ഞത്വമില്ല. മോഹത്തിലാണ്ട് കിടക്കുകയാണ്. എന്താ മോഹത്തിൻ്റെ നില അല്ലെങ്കിൽ സ്വഭാവം? സോഹം മമാഹമിതി. ഈ നശിച്ചു പോകുന്ന ഈ ശരീരത്തെയാണ് ഞാൻ, ഇതാണ് എന്നിങ്ങനെ ഞാൻ അഭിമാനിക്കുന്നത്. വാസ്തവത്തിൽ ചെറിയ കുട്ടികൾക്ക് പോലും പറഞ്ഞു കൊടുത്താൽ അറിയാം, ശരീരം എൻ്റെയാണ്, ഞാനല്ല. ഞാനൊന്ന് വേറെ നിൽക്കുമ്പോഴേ എൻ്റെ എന്നൊരു വസ്തു അപ്പുറത്തെ എൻ്റെയാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇതാ എൻ്റെ കയ്യിലൊരു സ്കെയിലുണ്ട്. ഈ സ്കെയില് എൻ്റെ സ്കെയിലാണ്, ഈ സ്കെയില് ഞാനല്ല. അതുപോലെ ഇതെൻ്റെ കയ്യാണ്, ഈ കൈ ഞാനല്ല. എൻ്റെ ശരീരമാണ്, ശരീരം ഞാനല്ല. ഇനി ഉള്ളിൽ കിടന്നാലോ എൻ്റെ മനസ്സ്, അതും ഞാനല്ല. എൻ്റെ ബുദ്ധി, അതും ഞാനല്ല. എൻ്റെ അഹങ്കാരം, അവന് അഹങ്കാരം കൂടുതലാണ്, അതും ഞാനല്ല. അതൊക്കെ എൻ്റെയാണ്. അപ്പം എൻ്റെ ഒന്നിനെ നോക്കി ഞാൻ എന്ന് പറയുന്നു. എന്നിട്ടോ ആ ദേഹത്തിൻ്റെ ബന്ധുബാന്ധവന്മാരുണ്ടല്ലോ, സ്വജനങ്ങൾ, അച്ഛനമ്മമാരിൽ നിന്ന് തുടങ്ങി സഹോദരന്മാർ എന്ന് പറയുന്നവരെ വലയം ചെയ്ത് ഉണ്ടാവുന്ന കുട്ടികളെയും വധൂവരന്മാരെയും എല്ലാം അങ്ങനെ നീട്ടി നീട്ടി പോകുന്ന ഒരു വലയമാണ്. അതൊക്കെ എൻ്റെയാണ്. ഈ ശരീരം വാസ്തവത്തിൽ എൻ്റെയാണ്, ഞാനല്ല. അതിനെ ഞാനെന്ന് വിചാരിച്ചപ്പോൾ തന്നെ തെറ്റി. ആ ശരീരത്തിനുള്ള ബന്ധുബാന്ധവന്മാരെ എൻ്റെ എന്ന് പറയുമ്പോഴോ അതും തെറ്റാണ്. ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ. ഇതിനുള്ള കാരണം എന്താ? ഞാൻ നോക്കുമ്പോൾ അങ്ങയുടെ തന്നെ മായയാണ്. ഈ ലോകത്തിൽ ആരും അവർ ഇഷ്ടപ്പെടുക്കി ജീവിക്കുന്നില്ല. നമ്മളൊക്കെ ഏതോ ഒരു ആജ്ഞയുടെ കീഴിലോ അല്ലെങ്കിൽ ഒരു നിയന്ത്രണത്തിൻ്റെ കീഴിലോ കഴിയുന്നവരാണ്. അതിനെയാണ് ഈ മായ എന്ന് പറയുന്നത്. എന്താണ് ഈ മായ? ദ ഇൻസ്ക്രൂട്ടബിൾ പവർ ഓഫ് ദ സുപ്രീം റിയാലിറ്റി. ലോകത്തിലുള്ള അന്തിമമായ സത്യമുണ്ടല്ലോ, ആ സത്യത്തിനുള്ള ദുർവിഭാവ്യമായിരിക്കുന്ന ശക്തി.
എന്തിനു വേണമെങ്കിലും ഉണ്ടാക്കാനും ഇല്ലാതെയാക്കാനും ഉള്ളതിൽ പരിവർത്തനം വരുത്താനുമുള്ള ശക്തിയാണ് വാസ്തവത്തിൽ മായ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങ് തന്നെ രചിച്ചിട്ടുള്ള മായ, ആ മായയാൽ വിരചിതാത്മനി സാനുബന്ധേ, അങ്ങ് തന്നെയാണ് ഒരു ജീവനായത്. ആ ജീവൻ അധിവസിക്കാനുള്ള ഒരു ശരീരം, ഒരു വീട് പോലെ അത് ഉണ്ടാക്കിയതും അങ്ങയാണ്. ഗർഭാശയത്തിൽ കിടക്കുന്ന ഒരു ചെറിയ ബീജം, ഒരു സെല്ല്, അതെങ്ങനെയാണ് ഇങ്ങനെ കണ്ണും മൂക്കും ചെവിയും കാതും കാലുമൊക്കെ ആയിട്ട് ഒരു ശരീരം ഉണ്ടാക്കിയത്? ഇതൊന്നും നമ്മൾ അറിഞ്ഞുണ്ടായതല്ല. ആരുടെ ഗർഭമോ ആ അമ്മയ്ക്കും അറിയില്ല, അച്ഛനും അറിയില്ല. അത് അതിൻ്റെ ഉള്ളിലുള്ള ശക്തി ഉണ്ടാക്കിയതാണ്. അപ്പം അങ്ങയുടെ കരുക്കൾ തന്നെയാണ് ഇതൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ത്വന്മായയ വിരചിതാത്മനി സാനുബന്ധേ. അപ്പം ദേഹത്തിൽ അങ്ങ് രചിച്ച മായ കൊണ്ട് രചിച്ചതായ ദേഹത്തിൽ ഞാനെന്നുള്ള ഫീലിങ്ങും തോന്നലും, ആ ദേഹത്തിന് ഉപയോഗിക്കാനും ബന്ധപ്പെട്ടും കിടക്കുന്നതായ വർഗങ്ങളിൽ എൻ്റെ എന്നുള്ളൊരു തോന്നലും, അത് മായ കൊണ്ട് രചിച്ചതാണ്. ആ മായാരചനയിൽ എൻ്റെ ബുദ്ധിയും മനസ്സും വിഗാഢ, അതിലിങ്ങനെ ആണ്ട് കിടക്കുക. അതിന് ആഴം എത്രയാന്ന് പറയാൻ പറ്റില്ല. ഏറ്റവും ആണ്ട് അടിത്തട്ടിലാണ് കിടക്കുന്നത്. സോഹം മമാഹമിതി മൂഢമതിർ വിഗാഢ ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ തത്വഞ്ജസാ നിഗദിതം ഭവതാ യഥാഹം. അഞ്ജസ, വിഷമമില്ലാതെ അങ്ങ് പറഞ്ഞു തന്ന മാർഗമുണ്ടല്ലോ, തത് നിഗദിതം ഭവതാ യഥാ. അങ്ങ് പറഞ്ഞുവല്ലോ, എന്ത്? ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു. ആ പറഞ്ഞത് കേട്ട മാത്രയിൽ എനിക്കത് സാധിക്കേണ്ടതാണ്. അത് സാധിക്കണില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുള്ള കാരണമോ, എൻ്റെ ബുദ്ധി വളരെ ആണ്ട് കിടക്കുന്നു ഈ മായാരചിത വസ്തുക്കളിൽ. തീർച്ചയായിട്ടും അത് ഈശ്വരൻ രചിച്ചതാണ്, നമ്മളാരും രചിച്ചതല്ല. ഈ ലോകവും ലോകത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന മനസ്സും ആ മനസ്സിൻ്റെ ഗതികളും. അപ്പം അതിൽ ആണ്ട് കിടക്കുന്നതിനാൽ അങ്ങ് പറഞ്ഞു തന്ന ഈ സന്യാസ മാർഗമുണ്ടല്ലോ, എല്ലാറ്റിനെയും വിട്ടു പോകണം, അങ്ങേ വിചാരിച്ചു കൊണ്ട് പോകണം, ഉള്ളിലും പുറത്തും അങ്ങ് മാത്രമാകണം എന്ന് പറഞ്ഞുവല്ലോ. ആ സംഗതി, ആ നിർദ്ദിഷ്ട മാർഗം നിഗദിതം ഭവതാ യഥാഹം സംസാധയാമി. എൻ്റെ കണ്ണിലുണ്ണിയായിരിക്കുന്ന കൃഷ്ണപരമാത്മാവ് എന്നോട് നിർദ്ദേശിച്ചു, ബന്ധുക്കളിലുള്ള സ്വജനങ്ങളിലുള്ള എല്ലാ പാശങ്ങളെയും സ്നേഹങ്ങളെയും വിട്ട് ഏകാഗിയായി സഞ്ചരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ കേട്ട മാത്രയിൽ ഞാനതിന് പുറപ്പെടേണ്ടതാണ്. ഋഷഭചക്രവർത്തിയൊക്കെ അങ്ങനെ ചെയ്തുല്ലോ. പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല. സാധിക്കാത്തതിന് കാരണം സോഹം മമാഹമിതി മൂഢമതിർ വിഗാഢ. അതുകൊണ്ട് എന്തു വേണം? എങ്ങനെ ആയാലാണോ അങ്ങ് പറഞ്ഞ ഈ സന്യാസമാർഗം എനിക്ക് അക്ഷരാർത്ഥത്തിലും ഉദ്ദേശാർത്ഥത്തിലും അനുസരിക്കാൻ പറ്റിയ, അതിന് പറ്റിയ തരത്തിൽ സംസാധയാമി ഭഗവൻ അനുഷാധിഭൃത്യം. ഞാനൊരു ഭൃത്യനാ, അങ്ങാണ് എൻ്റെ യജമാൻ. ഒരു ഭൃത്യൻ്റെ എല്ലാ വിധത്തിലുള്ള യോഗക്ഷേമങ്ങൾക്കും ഉത്തരവാദി യജമാനൻ മാത്രമാണ്. അതുകൊണ്ട് ഭൃത്യനായിരിക്കുന്ന ഈ ഉള്ളവനെ ഈ നിർദ്ദിഷ്ട മാർഗം വേണ്ടതുപോലെ അനുസരിക്കാൻ പറ്റിയ തരത്തിൽ എല്ലാ മോഹങ്ങളും മനസ്സിൽ നിന്ന് പോയി ഒട്ടലെല്ലാം മാറി ഒരു വിഷമവുമില്ലാതെ ദ്വാരകയെയും അങ്ങയെയും വിട്ട് അങ്ങ് പറഞ്ഞ മാതിരി ബദരികാശ്രമത്തിലേക്ക് പോകാൻ സാധിക്കത്തക്ക വിധത്തിൽ എന്നെ വേണ്ടതുപോലെ ഉപദേശിക്കൂ. സംസാധയാമി ഭഗവൻ അനുഷാധിഭൃത്യം. ഈ ശ്ലോകമാണ് ഗൃഹസ്ഥന്മാരെല്ലാവരും എപ്പോഴും ഉരുവിടേണ്ടത്. ഒരു ഭക്തനാണെങ്കിൽ നിങ്ങളത് ഉരുവിടണം. തത്വജ്ഞാനി ആകുന്നത് വരെ, സന്യാസി ആകുന്നത് വരെ. സന്യാസി ആയാൽ പോലും ഈ മാതിരിയുള്ള ഗാഠത നമ്മളിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ശ്ലോകം എപ്പോഴും ചൊല്ലേണ്ടതാണ്. സോഹം മമാഹമിതി മൂഢമതിർ വിഗാഢ ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ തത്വഞ്ജസാ നിഗദിതം ഭവതാ യഥാഹം സംസാധയാമി ഭഗവൻ അനുഷാധിഭൃത്യം. സാധാരണ ശിഷ്യന്മാർ മാത്രമേ ഗുരുജനങ്ങളുടെ അടുത്ത് പോയി ഇങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ. പെട്ടെന്നിതാ ഒരു ക്ഷണത്തിൽ ഉദ്ധവൻ്റെ സമ്പ്രദായങ്ങളൊക്കെ മാറി. ഇത്ര നാളും കൃഷ്ണൻ്റെ കൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് അനുസരിച്ച് വന്നിരുന്ന ആളാണ്. അതുപോലെ അനുസരിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഇത്ര നാളും കൃഷ്ണന് എവിടെ പോകുന്നുണ്ടോ കൂട്ടിക്കൊണ്ടുപോകും, എന്തു വേണോ അതൊക്കെ ആവശ്യപ്പെടും, ചെയ്തു. അങ്ങനെ ആജ്ഞാനുവർത്തിയായിരുന്ന ഒരു മന്ത്രിയാണ്, ഒരു ദാസനും ഭൃത്യനുമാണ്. ആ ഭൃത്യനോട് പെട്ടെന്ന് പറയുകയാണ്, മതി നമ്മൾ തമ്മിലുള്ള സഹവാസം. ഞാൻ
പെട്ടെന്ന് പോവാണ്. ദ്വാരക പോലും ഇവിടെ ബാക്കി നിൽക്കില്ല, വെള്ളത്തിൽ മുങ്ങും. അതുകൊണ്ട് ഉദ്ധവനിവിടെ ഇരിക്കാൻ പറ്റില്ല, കലി പിടിപെടും, അഭദ്രമാണ് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട്. അതുകൊണ്ട് എന്നെയും ദ്വാരകയെയും ഞങ്ങൾ ഉള്ളപ്പോൾ തന്നെ വിട്ട് ബദരികാശ്രമത്തിലേക്ക് പോകൂ. ലോകം മുഴുവനും അങ്ങയുടെ സുഹൃത്താകട്ടെ, എല്ലാം കൃഷ്ണമയമായി തീരട്ടെ. അങ്ങയുടെ മനസ്സും ഉദ്ധവൻ്റെ മനസ്സും ബുദ്ധിയും എല്ലാം കൃഷ്ണമയമായി തീരട്ടെ. പെട്ടെന്നാണ് ഈ ഉപദേശം കേൾക്കുന്നത്. ആരെങ്കിലും ഇങ്ങനെ പറയൂ? ഒരു ഭൃത്യനോട് യജമാനൻ ഇങ്ങനെ സംസാരിക്കൂ? പക്ഷേ കൃഷ്ണൻ അങ്ങനെ ഒരു കൃഷ്ണപരമാത്മാവാണ്. ചോദിച്ചതിനനുസരിച്ച് മറുപടി പറയും. ആ മറുപടി വലിയ അർത്ഥമുള്ളതാണ്, താത്വികമായിരിക്കും. അപ്പോൾ ഒരു ശിഷ്യൻ ഗുരുവിനോട് സംസാരിക്കുന്നതാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ. വിവേക ചൂടാമണി എന്നൊരു പുസ്തകം ശങ്കരാചാര്യർ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രകരണ ഗ്രന്ഥങ്ങളിൽ അവസാനം രചിച്ചതാണത്രേ വിവേക ചൂടാമണി. അതിനനുസരിച്ചുള്ള ഒരു പാകം, ഒരു മാധുര്യം, ഒരു വൈഭവം, ഒരു അന്തിമത്വം ആ കൃതിയിൽ കാണാം. അതിൽ ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് പോയി പറയുന്ന കാര്യങ്ങൾ 2 ശ്ലോകത്തിൽ അദ്ദേഹം പറയണം. അത് വളരെ പ്രസക്തമാണ്. ഞാനിത് എന്തിനാണ് ഇതൊക്കെ പറയണതെന്ന് ചോദിച്ചാൽ, ഏകാദശ സ്കന്ധം ഭാഗവതം ഒരു ശാസ്ത്രമാണല്ലോ. അത് പറയുന്ന സമയത്ത് ആ ശാസ്ത്രം വെറുതെ അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നതല്ല, സമാനമായിരിക്കുന്ന പല എഴുത്തുകളോടും കൂടി ബന്ധപ്പെട്ടതാണ്. ഈ ഭാഗവതത്തിൻ്റെ സ്വരം തന്നെയാണ് എല്ലാ ജ്ഞാനഗ്രന്ഥങ്ങളിലും ഉള്ളത് എന്ന് മനസ്സിലാക്കണം. അതുമാത്രമല്ല, ഈ വൈവിധ്യം നമുക്ക് നല്ലതുമാണ്. ഉദ്ധവൻ്റെ സ്ഥിതി എന്താ? ഇത്ര കാലവും കൃഷ്ണൻ്റെ കൂടെ ഇരിക്കുകയാണ്, പ്രായവും ധാരാളമായി. എന്നിട്ട് ആ ഭക്തൻ്റെ ഉള്ളിൽ താൻ ഉദ്ദേശിക്കുന്ന മാതിരി അങ്ങോട്ട് വെടുപ്പാവണില്ല എന്ന് വന്നാൽ ഭക്തന്മാർക്കൊക്കെ ഒരു വലിയ ചൂണ്ടുപലകയാണ്. ഇവിടെ വിവേക ചൂടാമണിയിൽ ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് എങ്ങനെ പറയണം, എങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. വളരെ നല്ല ശ്ലോകങ്ങളാണ്. അതിൻ്റെ വൃത്തവും നല്ലത്, ആശയവും നല്ലത്. അതാണ് നിങ്ങളെ കേൾപ്പിക്കാം എന്നെനിക്ക് തോന്നിയത്. കഥം തരേയം ഭവസിന്ധുമേദം കാവാഗതിർമേ കഥമോസ്ത്യുപായഃ ജാനേന കിഞ്ചിത് കൃപയാവ മാം പ്രഭോ സംസാരദുഃഖക്ഷതി മാതനുഷ്വ കോ നാമ ബന്ധഃ കഥമേഷ ആഗതഃ കഥം പ്രതിഷ്ഠാസ്യ കഥം വിമോക്ഷഃ കോസാവനാത്മാ പരമഃ കാത്മാ തയോർവിവേകഃ കഥമേതദുച്യതാം. അത് ശങ്കരാചാര്യർ എഴുതിയതാണല്ലോ. വളരെ സ്ഫുടമായി ഒരു ശിഷ്യൻ എന്താണ് ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി പറയേണ്ടത് എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുക. അവിടെ ചെന്ന് പറയണത് ഇങ്ങനെയാണത്രേ: കഥം തരേയം ഭവസിന്ധുമേദം. ഈ സംസാര ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതീയ ഒരു ഓറിയൻ്റൽ സ്റ്റൈലാണ്. ഇതിനെ നാം ഒരു വലിയ സാഗരമായിട്ടാണ് കാണുന്നത്. കാര്യം ജനിച്ചത് ഒരു ഫ്ലാറ്റിലോ ഒരൊറ്റ വീടിലോ ആയിരിക്കാം നിങ്ങൾ. അതിൻ്റെ 4 ഭാഗത്തെ ചുമര് ഒരു കവിഞ്ഞതൊരു 2000 സ്ക്വയർ അടി ഉണ്ടാവും, അത്രേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു 2000 സ്ക്വയർ അടിയുടെ ഉള്ളിലാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിലും മനസ്സിലാവണം, നിങ്ങളുടെ ജീവിതം ഈ ലോകത്തിലാണ്. ആ ലോകം എന്ന് പറഞ്ഞാലോ എങ്ങനത്തതാ? അത് കേരളത്തിലോ ഇന്ത്യയിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല, ഭൂതലം മുഴുവനും വ്യാപിച്ച് അതിനപ്പുറത്തും ഉള്ളതാണ്. ഭൂമിയിൽ 3/4 ഭാഗം വെള്ളമാണ്, 4 ഭാഗമേ കരയുള്ളൂ. അപ്പോൾ എന്താ അതിൻ്റെ സ്ഥിതി? കഥം തരേയം ഭവസിന്ധുമേദം. ഒരു വ്യക്തി ഈ സംസാരത്തിൽ, ഈ ലോകത്തിൽ ജീവിക്കുന്നതിനെ കടലിൽ ഒറ്റയ്ക്ക് നീന്തുന്നതിന് തുല്യമായിട്ടാണ് പരിഗണിക്കുന്നത്. കഥം തരേയം ഭവസിന്ധുമേദം. ഈ ഭവസാഗരത്തെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത്, നീന്തി കിടക്കേണ്ടത് എന്നെനിക്കറിയില്ല, പറഞ്ഞു തരണം. കാവാഗതിർമേ കഥമോസ്ത്യുപായഃ. ഇത് നീന്തി കിടക്കാൻ പുറപ്പെടുമ്പോൾ ഒരു കുളത്തിൽ നീന്താം, അല്പം ഒരു തടാകത്തിലും നീന്താം. ബ്രിട്ടീഷ് ചാനൽ വരെ നമുക്ക് നീന്തി കിടക്കാം എന്ന് പറയാം. പക്ഷേ സമുദ്രം, അറ്റ്ലാന്റിക് ഓഷൻ നീന്തിക്കടന്നു. ഇന്ത്യാ സമുദ്രം വാറുവെച്ച് നീന്തി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ളൊരു സമുദ്ര. നാം ഈ പറയുന്നത് ആകാശം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഭവസാഗരമാണ്. അപ്പോൾ അതെങ്ങനെയാണ് കിടക്കുക? അതിന് പുറപ്പെട്ടാൽ തന്നെ എന്താണ് ഗതി ഉണ്ടാവുക? നീന്താൻ പുറപ്പെട്ടു, കരയ്ക്കെത്തില്ല. അപ്പോൾ പെട്ടെന്ന് ഇടയിൽ അങ്ങോട്ട് ചാവുമോ, വെള്ളത്തിൽ മുങ്ങിപ്പോവോ? കഥമോസ്ത്യുപായഃ. അപ്പോൾ കാഴ്ചയ്ക്ക് ഇത് ദുസ്സാധ്യമോ അസാധ്യമോ ആണ്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഉപായം ഉണ്ടാവണ്ടേ? വളരെ കാലം മുൻപ് മുതൽക്ക് എല്ലാവരും ജീവിച്ചിട്ടുള്ളത് ഈ ഭവസാഗരത്തിലല്ലേ? ആ ഭവസാഗരം എപ്പോഴും ഒരു വലിയ വെല്ലുവിളിയായിട്ടാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് നീന്താനുള്ള വഴിയും മാർഗവും ഉപായം എന്താ?
സാധാരണ നിലയ്ക്ക് ഇത് കിടക്കാൻ പറ്റില്ല. ഇതിന് എന്തെങ്കിലും ഒരു ഉപായം വേണം, ഒരു എക്സ്പീരിയൻസി. ആ എക്സ്പീരിയൻസി പുറമേയുള്ള നീന്തലാവില്ല. കയ്യും കാലും ഉപയോഗിച്ച് സമുദ്രത്തിൽ നീന്തി അങ്ങോട്ട് മറുകര കിടക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമില്ല, ആരും ചെയ്തിട്ടില്ല. അപ്പം ഇതിന് എന്തെങ്കിലും ഒരു ഉപായം ഉണ്ടാവും. അതെന്താ? ജാനേന കിഞ്ചിത്, എനിക്ക് ഒന്നും അറിയില്ലേ, കൃപയാവമാം പ്രഭോ, ഹേ പ്രഭോ കൃപയോടുകൂടി ദയവ് വച്ച് എന്നെ രക്ഷിക്കണേ. സംസാര ദുഃഖക്ഷതി മാതനുഷ്വ, ഈ സംസാരം നിരന്തരം എന്നെ ദുഃഖിപ്പിച്ചു കൊണ്ടിരിക്കുക. ഭാഗവതത്തിൻ്റെ ഭാഷയിൽ താപത്രയം നിരന്തരം ഉളവാക്കുന്നതാണ് ഈ സംസാരം. അങ്ങനെ എപ്പോഴും എന്നെ ദഹിപ്പിച്ചുകൊണ്ടും വേവിച്ചുകൊണ്ടും ഇരിക്കുന്ന ഈ സംസാരമുണ്ടല്ലോ, ആ ദുഃഖത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേന്ന്. എത്ര നല്ല ശ്ലോക! ഇതൊക്കെ നിങ്ങൾ കുട്ടികളെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കുവപ്പാ, നിങ്ങൾ സ്വയം ഒന്ന് പഠിക്കൂ. എന്താ നിങ്ങൾ കുറച്ച് വയസ്സായ ഭാര്യാഭർത്താക്കന്മാർ സംസാരിക്കാൻ പോണേ? നല്ല കാര്യങ്ങൾ കുറച്ച് സംസാരിച്ചൂടെ? ആ കല്യാണം കഴിഞ്ഞ് പുതുമൂടിയൊക്കെ കഴിഞ്ഞു 2 കുട്ടികളായ പിന്നെ നിങ്ങൾ എങ്ങനെയാ പുതിയ ദമ്പതികളുമായി നവവധുക്കളായിട്ട് ജീവിക്കാൻ പോവുക? അല്ല, ഒരിക്കലും അല്ല. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ആവശ്യം. ആദ്യം ഈ ലോകത്തിൽ ഇടപെടണം, അതിൽ ഇൻവോൾവ് ആവണം. കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഡിസ്ഇൻവോൾവ്മെൻറ്റ് വരണം, ഇതിൽ നിന്ന് പിൻവാങ്ങണം. അതിനിങ്ങനെയുള്ള ചിന്തയാണ് നമുക്ക് ഉപകരിക്കുക. കഥം തരേയം ഭവസിന്ധുമേധം കാവാ ഗതിർമേ കഥമോസ്ത്യുപായ ജാനേന കിഞ്ചിത് കൃപയാവമാം പ്രഭോ സംസാര ദുഃഖക്ഷതിം ആതനുഷ്വ. ഇത് 40ാമത്തെ ശ്ലോകമാണ് വിവേക ചൂടാമണിയിൽ. കോ നാമ ബന്ധഃ കഥമേഷ ആഗതഃ കഥം പ്രതിഷ്ഠാസ്യ കഥം വിമോക്ഷഃ കോസാവനാത്മാ പരമഃ കാത്മാ തയോർവിവേകഃ കഥമേതദുച്യതാം. ആ ശിഷ്യൻ തന്നെ ഒന്നും കൂടി തിരുത്തി പറയുക. ഈ ബന്ധം ബന്ധനം എന്ന് പറയുന്നു. എല്ലാവരും പറയുന്നതാ. കെട്ടിയിടൽ, ബന്ധിക്കൽ, അനങ്ങാതെ ഇരിക്കുക, അനക്കാതെ ആക്കുക, ഇതൊക്കെയാണ് ഇതിനർത്ഥം. നമ്മൾ സാധാരണ ബന്ധം എല്ലാവരും പറയും. സ്വാമിജി കുടുംബവും കുട്ടികളും ആയാണ്ടല്ലോ, പഴയ കാലത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ എന്തൊക്കെ വേണമെങ്കിൽ ചെയ്യും. ഇപ്പോൾ കുട്ടികളൊക്കെ ആയില്ലേ, അപ്പോൾ ഒന്ന് ആലോചിക്കണം. കോനാമ ബന്ധ, എന്താണ് ഈ ബന്ധം എന്ന് പറയുന്നത്? ഒരു വേദാന്ത ഭാഷയോ മതഭാഷയോ ആണത്. ആ ബന്ധത്തിന് എന്താ അർത്ഥം? നമ്മുടെ ശരീരത്തെ ആരും കയറുകൊണ്ട് കെട്ടിയിട്ടില്ല, ചങ്ങലയിട്ടിട്ടില്ല. എന്നാലും ബന്ധം എന്ന് പറയുന്നു. അപ്പോൾ ഈ ബന്ധം എവിടെയുള്ളതാ? അത് ഭൗതികമോ ബാഹ്യമോ ദ്രവ്യാത്മകമോ, അതോ അതിന് വേറെ എന്തോ ആണോ പ്രകൃതം? കഥമേഷ ആഗതഃ, നമ്മുടെ ദൃഷ്ടിയിൽ ഒരാളും നമ്മളെ ബന്ധിച്ചിട്ടില്ല. എന്നാൽ പിന്നെ ഈ ബന്ധനം എവിടുന്ന് വന്നു? കഥം ഏഷ ആഗതഃ, ഇത് എവിടുന്നാ വന്നത്? കഥം പ്രതിഷ്ഠാസ്യ, സാധാരണ വല്ലതും വന്നാൽ പോകും, സുഖദുഃഖങ്ങളൊക്കെ വന്നു പോകുന്നതാണ്. അതുമാതിരി ഈ ബന്ധം പോണില്ല, അത് സ്ഥിരമായിട്ട് തുടരുകയാണ്. അപ്പം അതിന് തുടരാനുള്ള ശക്തി എവിടുന്ന് ഉണ്ടാവണു? കഥം വിമോക്ഷ, അങ്ങനെ സ്ഥിരം തുടരുന്നതാണെങ്കിൽ അതിൽ നിന്ന് മോക്ഷം കിട്ടില്ലല്ലോ. എന്നാൽ മോക്ഷം ഒന്നുണ്ട്, അത് നേടണം എന്ന് പറയുന്നുണ്ട്. അപ്പം എന്താണ് ഈ മോക്ഷം? കോസാവനാത്മാ പരമഃക്കാത്മാ, ആത്മശബ്ദം കൊണ്ട് പലതും സൂചിപ്പിക്കുന്നുണ്ട്. ആത്മാ അനാത്മാ എന്ന് പറയുന്നു. ആത്മാ എന്ന് പറഞ്ഞാൽ ആത്മ അനശ്വരമായിരിക്കുന്ന സാന്നിധ്യം. അനാത്മാ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലാത്തത്. ആത്മാ സർവവ്യാപിയാണ്, ഒന്ന് മാത്രമേ ഉള്ളൂ, രണ്ടാമതൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പം രണ്ടാമതൊന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ അനാത്മ എന്നുള്ള ശബ്ദം പ്രയോഗിക്കുന്നത്? ശ്രദ്ധിക്കുന്നുണ്ടോ നമ്മളെ പ്രേക്ഷകർ? എന്താ ഞാനിവിടെ പറഞ്ഞേ? ഏകമേവാദ്വിതീയം ബ്രഹ്മ, ഒന്നേ ഉള്ളൂ, രണ്ടില്ല. രണ്ടാമത്തതിന് സ്ഥാനം കൊടുക്കാത്തതാണ് സർവവ്യാപിയായിരിക്കുന്ന ആത്മാ. അങ്ങനെ വന്നാൽ പിന്നെ ആത്മാ അല്ലാതെ വേറെ ഒന്നുണ്ട് എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? ആത്മാവിനെ ആത്മാ സ്വയം ബന്ധിക്കോ? ബന്ധിക്കില്ല. പിന്നെ ബന്ധിക്കണമെങ്കിൽ വേറെ ഒരെണ്ണം വേണം. ആ വേറെ ഉള്ളതിനെയാണ് അനാത്മാ എന്ന് പറയുന്നത്. അനാത്മാ എങ്ങനെ ഉണ്ടാവും? ആത്മാ സർവവ്യാപിയും ഏകവുമാണെങ്കിൽ. അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലേ? കോസാവനാത്മാ പരമഃക്കാത്മാ. അപ്പം അനാത്മാ എന്നൊന്നുണ്ടോ? പരമാത്മാ എന്നൊന്ന് വേറെ ഉണ്ടോ? ഇത് രണ്ടെണ്ണാണോ? അതോ ഒന്നിൻ്റെ തന്നെ 2 ഭാവങ്ങളോ? അതോ ഇല്ലാത്തതിനെ ഉണ്ടെന്ന് നാം നിരൂപിച്ച് പറയുന്നതോ? എന്താണത് സംഗതി? തയോർ വിവേകഃ കഥമേതദുച്യതാം. ഇത് രണ്ടും തമ്മിലുള്ള വിവേകം നിത്യാനിത്യ വസ്തു വിവേകം എന്നൊക്കെ പറയുന്നു. നിത്യാനിത്യ വസ്തു വിവേകം, ആ വിവേകം എന്ന് പറയുന്നത് എന്താ? എങ്ങനെയാണ് ഞാൻ ആത്മാവിനെയും അനാത്മാവിനെയും തിരിച്ചറിയേണ്ടത് എന്ന്? കോ നാമ ബന്ധഃ കഥമേഷ ആഗതഃ
കഥം പ്രതിഷ്ഠാസ്യ കഥം വിമോക്ഷ കോസാവനാത്മാ പരമഃ കാത്മാ തയോർവിവേക കഥമേതദുച്യതാം. അങ്ങയുടെ തന്നെ നിർദ്ദേശം, ആജ്ഞ അനുസരിക്കത്തക്കവണ്ണം എൻ്റെ മനസ്സിലുള്ള മോഹങ്ങളും ഭ്രമങ്ങളും മാറ്റിത്തരണം. ആ ആജ്ഞ നിർവഹണ സാമർഥ്യം എനിക്ക് ഉണ്ടാവണം, അത് സാധിപ്പിച്ചു തരണം എന്ന് പറഞ്ഞല്ലോ. അവിടെ ഉദ്ധവൻ നിർത്തുന്നില്ല, 2 ശ്ലോകവും കൂടി പറയുന്നുണ്ട്. ഇതൊരു ശാസ്ത്ര രൂപത്തിലുള്ളതാണല്ലോ ഭാഗവതം. ഇതൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് എന്തിനാ? ഓരോ ശ്ലോകത്തിലും ഓരോ തത്വങ്ങളും മൂല്യങ്ങളുമാണ് ഉപദേശിക്കുന്നത്. ഇതിപ്പം മനുഷ്യ മനസ്സിൻ്റെ ഒരു ചിത്രീകരണമായിരുന്നു ഉദ്ധവൻ്റെ ആദ്യത്തെ നിവേദനം. അത് കഴിഞ്ഞ് ഇനി അദ്ദേഹം പറയാൻ പോകുന്നത് ഈ സത്യം ഉപദേശിക്കുന്നവർ ലോകത്തിൽ എത്ര സുദുർലഭമാണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ശ്രീകൃഷ്ണന് അങ്ങനെയുള്ള ഉപദേഷ്ടാക്കളിൽ വെച്ച് എന്താണ് പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥാനം, മഹിമ, ഇതൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. സത്യസ്യതേ സ്വദൃശ ആത്മനോന്യം വക്താരമീശ വിബുധേഷ്വവി നാനുചക്ഷേ സർവേ വിമോഹിതധിയഃ തവ മായയേ മേ ബ്രഹ്മാദയസ്തനുഭൃതോ ബഹിരർത്ഥഭാവാ. പ്രേക്ഷകരെ, ഞാൻ ഈ ശ്ലോകങ്ങളൊക്കെ വായിക്കുമ്പോൾ എവിടെയൊക്കെയാണ് എൻ്റെ മനസ്സ് പോണതെന്നറിയോ നിങ്ങൾക്ക്? ഒരു അവസാനത്തെ ഒരു വാക്ക് പറയുക, ബ്രഹ്മാദയസ്തനുഭൃതോ ബഹിരർത്ഥഭാവാഹ എന്ന. അങ്ങേപ്പോലെ ഒരു ഉപദേഷ്ടാവിനെ ഞാൻ ഒരു സ്ഥലത്തും കാണാനില്ല എന്ന്. അതിനുള്ള കാരണം പറയുക, ബ്രഹ്മ മുതലായിട്ടുള്ളവർ പോലും അവരുടെ കണ്ണും കയ്യും ഒക്കെ ബാഹ്യത്തിലാണ്. ബ്രഹ്മാവ് എന്താ ചെയ്യണത്? മനുഷ്യരെ ഇങ്ങനെ രചിക്കണു, ജീവജാലങ്ങളെ ഇങ്ങനെ രചിക്കണു, വസ്തുക്കളെ രചിക്കണു. അപ്പോൾ ഒരു സ്കെയിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കണ്ണ് പുറത്ത് വേണ്ടേ? ഒരു മരക്കഷ്ണം എടുക്കണം, അത് ചെത്തണം, കനം കുറയ്ക്കണം, അതിൽ ചെന്തൂരെടുത്ത് ഓടിക്കണം, പ്ലെയിൻ ചെയ്യണം, അതിന് വീതിയൊക്കെ ശരിയായോ കനം ശരിയായോ എന്നൊക്കെ നോക്കണം. അപ്പോൾ ഇതൊക്കെ ദൃഷ്ടി പുറത്താ. ബ്രഹ്മാവിനും അതുപോലെ പുറം ദൃഷ്ടിക്കാരനാണെന്ന്. അവരുടെ അടുത്ത് ഒന്നും പോയാൽ ഈ ഉള്ളിലുള്ള ചികിത്സ നടക്കില്ല എന്നാണ് പറയണത് ഉദ്ധവൻ. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മുടെ മനസ്സിലാണ് ഇവിടെ ചികിത്സ വേണ്ടത്. ആ മനഃചികിത്സ നൽകാനായിട്ട് ഒരൊറ്റ ആളെയും കാണാനില്ല എന്ന്. സത്യസ്യതേ സ്വദൃശ ആത്മനോന്യം. അങ്ങ് വാസ്തവത്തിൽ സത്യസ്യതേ സ്വദൃശ, അങ്ങ് പരമസത്യമാണ്. ആദ്യത്തെ ശ്ലോകത്തിൽ മഹർഷി എന്താ പറഞ്ഞത്? സത്യം പരം ധീമഹി എന്നാണ് പറഞ്ഞത്. പരമമായ സത്യത്തെ ബുദ്ധിയിൽ ആലോചിച്ചു കൊണ്ടിരിക്കൂ, ധ്യാനം ചെയ്യൂ എന്ന് പറഞ്ഞു. ആ പരമസത്യമാണ് ശ്രീകൃഷ്ണ പരമാത്മാവ്. അദ്ദേഹത്തിൻ്റെ ശരീരം മനുഷ്യ ശരീരമാണ്. അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചേതനാത്മകമായിരിക്കുന്ന മനസ്സും ബുദ്ധിയും സത്യത്തെയും പരമസത്യത്തെയും ദ്യോതിപ്പിക്കുന്നത്, പ്രകാശിപ്പിക്കുന്നത്, വെളിപ്പെടുത്തുന്നത്, വിജ്ഞാപനം നൽകുന്നതാണ്. കൃഷ്ണൻ സംസാരിച്ചതുപോലെ ഒരാൾക്ക് എത്ര ആൾക്ക് സംസാരിക്കാൻ പറ്റും? ഭാര്യമാരോടായാലും സഹോദരന്മാരോടായാലും ഗോപികളോടായാലും സുഹൃത്തുക്കളോടായാലും ഭൃത്യന്മാരോടായാലും ആരോടായാലും അതിനനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. ഏത് സംസാരത്തിലും ഒരേ സത്യമാണ് പ്രകാശിപ്പിക്കുക. അങ്ങനെ സത്യസ്വരൂപനായിരിക്കുന്ന അങ്ങ് സ്വദൃശ, അങ്ങയ്ക്ക് മാത്രമേ അവനവനെ കാണാനുള്ള കണ്ണുള്ളൂ. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? നമുക്കൊക്കെ കണ്ണുണ്ട്. ആ കണ്ണ് എന്തിനെ കാണാനാ? നാമല്ലാത്ത മറ്റേതിനെ കാണാനാ. നിങ്ങളുടെ കണ്ടുകൊണ്ട് നിങ്ങളെ കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒന്ന് പറയും.